കോഴിക്കോട് ഫറൂഖ് പാലത്തിന്റെ നവീകരണവും അറ്റകുറ്റപ്പണിയും നടത്തിയതിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്കാണ് BJP മാർച്ച് നടത്തിയത്. രതീഷ് വാസ്തവൻ ചേരുന്നു. രതീഷ്, എന്താണ് വിവരങ്ങൾ? സനീഷ്, 1883 നിർമ്മിച്ച വളരെ പുരാതനമായ പാലമാണ് ഫറൂഖ് പഴയ പാലം. ഇതിൻ്റെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ 55 കോടി രൂപ ചെലവഴിച്ച് നവീകരണം നടത്തിയിരുന്നു. ഇതിൽ പക്ഷേ ഈ പുറമെയുള്ള നവീകരണമല്ലാതെ അടിസ്ഥാനപരമായി ഇതിൻ്റെ പഴയ ഇരുമ്പ് പാലത്തിൻ്റെ തുരുമ്പ് ഉൾപ്പെടെ മാറ്റുന്നതാണ്. അത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താതെയാണ് ഇങ്ങനെ ഒരു പുറമോടി നടത്തിയതെന്ന ആക്ഷേപമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. അത് BJP ഇത് രാഷ്ട്രീയമായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് സമരരംഗത്ത് വന്നിട്ടുള്ളത്. BJP മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ പഴയ പാലത്ത് നിന്ന് അല്പം ദൂരെ വെച്ച് പോലീസ് തടഞ്ഞിട്ടുള്ളത്. ജലപീരങ്കി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പ്രവർത്തകരെ ഇപ്പോൾ ബാരിക്കേഡൊക്കെ ഉൾപ്പെടെ കെട്ടി ഈ വഴിയിൽ തന്നെ തടഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർത്തുക എന്ന് തന്നെയാണ് BJPയുടെ തീരുമാനം. ഭാഗികമായ ഒരു പുറംമിനുക്കൽ മാത്രമാണ് അതിൻ്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കർശനമായ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം പഴയ പാലം ഇപ്പോഴും തുരുമ്പ് പിടിച്ച് അപകട ഭീഷണിയിലാണ്. ഏതു തവണയും തകരുന്ന അവസ്ഥയിലാണ്. അതിന് പുറമെ പെയിൻ്റ് അടിക്കുകയും വൈദ്യുത അലങ്കാര വിളക്കുകൾ സ്ഥാപിക്കുകയും മാത്രമാണ് ചെയ്തതെന്നാണ് BJPയുടെ ആരോപണം. അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം, ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്, വിശദമായ അന്വേഷണമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ മാർച്ച് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിലേക്ക് സംഘടിപ്പിച്ചത്. ഇപ്പോൾ പോലീസ് ഈ മാർച്ച് തടഞ്ഞു. ഇപ്പോൾ നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സനീഷ്, നന്ദി രതീഷ് വിവരങ്ങൾക്ക്.